നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനൽ ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് അധികം വൈകിക്കാതെ തന്നെ എത്തി നോക്കാം. പ്രേക്ഷകരെ, നിങ്ങൾ മനഃപൂർവ്വം ഈ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായി നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ്. നിങ്ങൾ മനഃപൂർവ്വം ഈ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വായന കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഓരോ സാഹചര്യങ്ങളിലൂടെയും ഓരോ തിരിച്ചടികളിലൂടെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ നേർക്ക് നിശബ്ദമായി ഇരുന്നത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി പല കാര്യത്തിലും നെഗറ്റീവ് സാഹചര്യങ്ങളിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചീറ്റിംഗ് എനർജി തന്നെയാണ് നമുക്ക് ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള ഊർജത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല രീതിയിലും ഈ വ്യക്തി എന്തോ വലിയ ആളാണ്, എനിക്കെല്ലാം അറിയാം, ഞാൻ നല്ല അറിവുള്ള വ്യക്തിയാണ്, എന്നെ ആരും പഠിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തോളാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാര് അത്രയും പോസിറ്റീവായ കൂട്ടുകാരാണ്, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എനിക്ക് ചുറ്റിനുമുള്ളത്. ഇങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ബ്ലാക്ക് മാജിക് ഊർജം വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. കൂടോത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ശത്രുദോഷം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനോടകം പല സത്യങ്ങളും ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പല സത്യങ്ങളും ഓരോന്നായി പുറത്തേക്ക് വരുന്നു. മറ്റു ചില സത്യങ്ങൾ ഇപ്പോഴും മൺമറഞ്ഞു കിടക്കുന്നു. പക്ഷെ അതും എന്തെങ്കിലും പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഫിസിക്കലി നിങ്ങളുടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തില്ല എന്നുള്ളത് കാണിക്കുന്നു. ഒരു പക്ഷെ വേറെ രാജ്യത്താകാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ദൂരെ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താകാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ്. കൂടെ ഉള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും ചതിക്കുഴിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ വന്ന് വീണിട്ടുള്ളത്. ഇവിടെ തീർത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഭാസങ്ങളാണ് ഈ അടുത്തിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ നേർക്ക് നിശബ്ദത തുടങ്ങിയത്, മനഃപൂർവ്വം ഒരു മൗനവ്രതം പോലെ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ നേർക്ക് തുടങ്ങി വെച്ചത്, അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി അതിനേക്കാൾ അഹങ്കാരം കാണിച്ചുകൊണ്ട് മറ്റു പല വ്യക്തികളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള കൂട്ടുകാരുമായി അവർ പറയുന്നത് മാത്രം കേട്ട് അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത്തരം പ്രവൃത്തികൾ വാശിയോടുകൂടി, അതായത് നിങ്ങളോടുള്ള വാശിയോടും ദേഷ്യത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയ ചതിക്കുഴികളിൽ ഈ വ്യക്തി പോയി വീഴുമെന്ന്. ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും കാലിടറിപ്പോയതായിട്ടാണ് കാണപ്പെടുന്നത്. അത്രയും ബുദ്ധിമാനും ബുദ്ധിശക്തിയും വിവേകവും മനോധൈര്യവുമുള്ള ഈ വ്യക്തി പോലും പല കാര്യങ്ങളിൽ കാലിടറി വീണിരിക്കുന്നു, കാൽ വഴുതി വീണിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കാണിക്കുന്നു. പലതരത്തിലുള്ള നഷ്ടങ്ങളും ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വ്യക്തി ഈ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു സൂചന, അല്ലെങ്കിൽ നല്ലൊരു കാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തെന്നില്ലാത്ത ഭക്തി നമുക്ക് ഈ വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നു.
ഇന്ന് വരെയും ദൈവത്തിൽ വിശ്വസിക്കാത്തതും അല്ലെങ്കിൽ എല്ലാവരെയും നിന്ദിച്ചുകൊണ്ട് മാത്രം നടന്നുകൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള വിശ്വാസത്തിലേക്കും ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ചതിയും വഞ്ചനയുടെയും ലോകമാണെന്നും ഇവിടെ ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നും ഉള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ കൂടെ ചേർന്ന ആളുകളായിക്കോട്ടെ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എത്രമാത്രം നിങ്ങൾക്കിടയിൽ വളരെ നല്ല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധിക്കുവോ, എത്രത്തോളം നിങ്ങൾക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും അകൽച്ചകൾ ഉണ്ടാക്കിയെടുത്തു. അതായത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെയധികം മോശപ്പെട്ട രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള തേർഡ് പാർട്ടികൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇവിടെ ആ ഒരു സമയത്തൊക്കെ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അരോചകത്വം തോന്നിയതും നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെയാണ്. പക്ഷെ നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യുമെങ്കിൽ പോലും അവിടെയെല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഒരു അരോചകത്വമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഇഷ്ടക്കേടുകൾ. അത് തീർത്തും മറ്റുള്ളവരുടെ വളച്ചുകെട്ടോട് കൂടിയുള്ള സംസാരവും അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രോത്സാഹനവുമാണ് ഈ വ്യക്തിയെ ഇപ്പോൾ മോശക്കേടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ എനിക്ക് തീർത്തും കാണാൻ കഴിയുന്നത് എന്നെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ്. ഇവിടെ നിങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണാം. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു കൊടുത്താലും അതിലൊന്നും തൃപ്തിപ്പെടാതെ അതിനൊന്നും നല്ലൊരു അഭിപ്രായം പോലും പറയാതെ ഈ വ്യക്തി പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് കാണപ്പെടുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് പോലും നിങ്ങൾ ഒരുപക്ഷെ അപേക്ഷിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഒരു ദിവസം നിങ്ങളുമായി ചിലവഴിക്കണം എന്നുള്ള രീതിയിൽ. അതൊരു ഭാര്യ, ഭർത്താവ്, കാമുകൻ, കാമുകി ഏത് സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിലും അതൊരു ന്യായമായ കാര്യമാണ്, ന്യായമായ ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ആവശ്യം പോലും നിറവേറ്റി തരാനോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനോ ഈ വ്യക്തി ശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ അന്നൊക്കെ ഈ വ്യക്തി ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാകാം അഹങ്കാരത്തോടു കൂടി എവിടെയൊക്കെ പോയാലും നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ ചെന്നോളും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കളിപ്പാവയെ പോലെ ഈ വ്യക്തിയുടെ പുറകെ പൊയ്ക്കോളും എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനം മറ്റുള്ളവർ കൊടുക്കുകയും അതിലൂടെ ഉടലെടുത്തിട്ടുള്ള അഹങ്കാരവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ സ്വന്തമായി അഹങ്കരിച്ചതിനും നിഗളിച്ചതിനും ഒക്കെയും അത് പകരം ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ കാലം പകരം ചോദിക്കുന്നു, തിരിച്ചടികൾ നേരിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണെങ്കിലും മറ്റു പലവരിൽ നിന്നാണെങ്കിലും ഈ വ്യക്തി നല്ല രീതിയിലുള്ള സമീപനം പാലിച്ചുകൊണ്ടാണ്, നല്ല രീതിയിലുള്ള സമീപനവും അകലവും പാലിച്ചുകൊണ്ടാണ് മാറി നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ നിശബ്ദമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആയുധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നിശബ്ദതയിലൂടെ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വിഷാദവും അല്ലെങ്കിൽ കറുത്തിരണ്ട ദിവസങ്ങളിലേക്കാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വ്യക്തി മിണ്ടാതിരിക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി മാറുന്നത്. ഒരു പക്ഷേ അത് മനസ്സ് തുറന്ന എന്തെങ്കിലും ചീത്തയോ അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ച് പറയുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷേ നിശബ്ദമായിരിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു ആയുധം തന്നെയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പലതവണയും ഈ വ്യക്തിയുമായി വഴക്കടിച്ചിട്ടുണ്ടാകാം, വാക്ക് തർക്കങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാകാം, പല കാര്യങ്ങളും നിങ്ങൾ മര്യാദകൾ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും കണ്ണോടിക്കാതെ ഈ വ്യക്തിയുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലും ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോയതിനുള്ള ഒരു വലിയൊരു തിരിച്ചടിയാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അഹങ്കാരം ഇപ്പോഴും ഉയർന്ന നിലയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ നിങ്ങളുമായി സംസാരിക്കണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് വന്നിട്ടില്ല. സംസാരിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പ്രാവർത്തികമാക്കാൻ ഈ വ്യക്തി വളരെയധികം മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് വരുന്നത് വരെയും നിങ്ങൾ ഈ
ഒരുപക്ഷെ ഈ ഒരു മൗനം ഇതിങ്ങനെ പിന്തുടർന്നു കൊണ്ട് പോകുന്നുണ്ടാകാം. എന്തൊക്കെയാണെങ്കിലും അതൊരു നല്ലൊരു തീരുമാനമായി കാണുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.